ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുഞ്ഞൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയ കേട്ടോ. ഓണം സ്പെഷ്യൽ ഷോപ്പിംഗ് ആണേ. എവിടെ പോവാ? ഷോപ്പിംഗ് പോവാ. എന്തോ വാങ്ങിക്കാൻ പോവാ? ഓറഞ്ച്, കിവി, ചിക്കൻ, സ്ട്രോബെറി, മുട്ടായി, ഇനി സവാള, ടൊമാറ്റോ. എന്റെ കുഞ്ഞിന്റെ വീട് നോക്കാറൊക്കെയായി കേട്ടോ കേട്ടോ. ഒരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി ചുമ്മാ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയ കേട്ടോ. കൂടെ ചെറിയൊരു ഷോപ്പിങ്ങും ഒക്കെ ആയിട്ട്. ചേട്ടൻ ഓഫീസിൽ നിന്ന് വന്ന പാടെയാട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ചേട്ടൻ ടയേർഡായിരുന്നു. ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം യാത്രയെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ അട്നോക്കിൻ്റെ പമ്പിൽ നമ്മൾ എന്തായാലും പെട്രോൾ അടിക്കാൻ കയറുമല്ലോ. അപ്പോൾ അവിടെ നിന്ന് 2 ലാറ്റയൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെയാണ് ഞങ്ങൾ പതുക്കെ ഷോപ്പിങ്ങിന്. കാരണം ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെ പോയാലും ഓണത്തിൻ്റെ തിരക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കായിരിക്കും, ടൈം എടുക്കും എന്നൊക്കെ അറിയാം. ഇതാകുമ്പോൾ ഒരു അണ്ടാവും നിറച്ച് കാപ്പി കിട്ടും, പിന്നെ അത്യാവശ്യം വിശക്കാതൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് പതുക്കെ സ്റ്റാർട്ട് ചെയ്തു. അതാ ഷോപ്പിംഗ് മാളുകളിലൊക്കെ ഓണമൊക്കെ എത്തി. ഇപ്പോഴാണ് ശരിക്കും ഒരു വൈബൊക്കെ കിട്ടി തുടങ്ങി കേട്ടോ. അങ്ങനെ അവിടെ നിർത്തി ആദ്യത്തെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ചുമ്മാ നമ്മൾ കറങ്ങി നടക്കുകയാണ്. അങ്ങനെ ഭയങ്കര റഷായിരുന്നു കേട്ടോ, ഭയങ്കര റഷായിരുന്നു. എവിടുന്ന് ഇത്രയും ആളെന്ന് നമുക്ക് ചിന്തിച്ചു പോകും, അതുപോലെ തിരക്കായിരുന്നു കേട്ടോ. അവിടെ വന്നപ്പോഴൊക്കെ ശരിക്കും ഓണം സ്പെഷ്യലാണ് സാധനങ്ങളും ഒക്കെ ഇരിക്കുന്നത്. ഞാൻ ദൈവമേ, എന്ത് ഇത് നമ്മുടെ നാട് പോലെ, നാട്ടിലേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു ഭയങ്കര ആഘോഷം തിരക്കും കാര്യങ്ങളൊക്കെ. ഓണം സ്പെഷ്യലായിട്ടുള്ള ഇങ്ങനെ എക്സ്ട്രാ പന്തലൊക്കെ കെട്ടി സാധനങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര നമുക്ക് അത്ഭുതം തോന്നും. ഇതാണ് എനിക്ക് ഈ ഒരു നാടിനോടുള്ള ഇഷ്ടം. നമ്മൾ വേറൊരു നാട്ടിൽ പോലും എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഒരു കേരള, ഒരു ഇന്ത്യൻ ടച്ച് വരും എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ അതിങ്ങനെ ടെസ്റ്റ് ചെയ്തും ഒക്കെ നോക്കുകയൊക്കെയാണ് കേട്ടോ. വർക്കിംഗ് ആണോന്നും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ആദ്യത്തെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തുകയാണ്. ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞാൽ അങ്ങോട്ട് നോക്കുന്നൊരു പുത്രനാണ്. അത്യാവശ്യം തലക്കേട്ടില്ലാത്ത 1-2 ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടോ. അതാ കണ്ടോ, കൊച്ചു കുഞ്ഞുങ്ങളുടെയൊക്കെ നല്ല അടിപൊളി നല്ല രസമുള്ള പട്ടുപാവാടയും സെറ്റുപാവാടയും ബ്ലൗസുകളും കാര്യങ്ങളും ഒക്കെ ഇതിപ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ വാച്ച് സെക്ഷനിലോട്ടൊക്കെ പോയി നോക്കുന്നുണ്ട് അച്ഛനും മോനും കൂടെ. കുറേ എനിക്ക് പിന്നെ ഒട്ടും താല്പര്യമില്ലാത്ത, എനിക്ക് ഈ ആണുങ്ങളുടെ വാച്ച്, ആണുങ്ങളുടെ ഡ്രസ്സ്, ഈ സെക്ഷനൊന്നും എനിക്കിഷ്ടമില്ല. ഇതൊക്കെ നമ്മുടെ ഏരിയ കേട്ടോ. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ ഇങ്ങനത്തെ ഐറ്റംസ് ഇവിടെയൊക്കെ ഭയങ്കര വിലയാട്ടോ. ഇതൊക്കെ നമുക്ക് നാട്ടിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നാട്ടിലെ ക്വാളിറ്റിയിൽ കിട്ടും, പക്ഷെ ഭയങ്കര വിലയാണ് നമ്മൾ നാട്ടിലെ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ. അങ്ങനെ നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മളിതാ നോക്കിയപ്പോൾ ഇതാ ഓണത്തപ്പനൊക്കെ ഇരിക്കുന്നത്. ഇതിൻ്റെ പേര് ഓണത്തപ്പൻ എന്നല്ലേ. ഭയങ്കര രസമായിട്ട്. പിന്നെ അതുപോലെ മാവേലിയുടെ കൊട, എനിക്കിതൊക്കെ ഭയങ്കര കൗതുകം, ഊറി പോലെ കെട്ടിയിട്ടേക്കുന്നു. ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ എനിക്കിതൊക്കെ കണ്ടപ്പം. പിന്നെ നമ്മൾ കുറച്ച് ഡേറ്റ്സും നട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇങ്ങനെ അത്യാവശ്യം വാങ്ങിച്ചോളൂ കേട്ടോ. അപ്പോഴത്തേക്ക് ആദ്യം എവിടെ നിന്ന് ഒരു മുട്ടായൊക്കെ പൊക്കി എടുത്തുകൊണ്ട് വന്നു. ഞാനിങ്ങനെ പുറത്തിറങ്ങിയായിരുന്നു കേട്ടോ. ബില്ലിങ് കഴിഞ്ഞിട്ട് കാരണം നമുക്ക് സാധനം വാങ്ങിക്കലേ ഉള്ളൂ, ബില്ലും കാര്യങ്ങളും കാശും ഒക്കെ ചേട്ടനാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചേട്ടനെ പണി കൊടുത്തിട്ട് നമ്മൾ പതുക്കെ നേരത്തെ ഇറങ്ങി. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ നേരത്തെ ഇങ്ങനെ ആദ്യമേ ഇറങ്ങുന്നത്. ഇവിടെ പിന്നെ ലുലുവിൽ കയറിയപ്പോൾ ലുലുവിൽ ഫ്രണ്ടിൽ അത്തപ്പൂ ഒക്കെ ഇട്ടേക്കുന്നത്. അപ്പോൾ പിന്നെ ആദ്യക്കൂട്ടിനെ വെച്ച് അവിടെയും തന്നെ 2 ഫോട്ടോയൊക്കെ എടുത്ത് ആദ്യക്കൊരു ചെരുപ്പ് നോക്കണമായിരുന്നു കേട്ടോ. അങ്ങനെ ചെരുപ്പിന് വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ ഫൈനലി ആദ്യക്കൊരു ചെരുപ്പ് കിട്ടി. അങ്ങനെ പിന്നെ നമ്മൾ നേരെ പോയി നെസ്റ്റോയിൽ ഫുഡ് ബുക്കിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നത് കേട്ടോ. ഞാൻ ചാർക്കോൾ ചിക്കനും, ചേട്ടനാണെങ്കിൽ ബീഫിൻ്റെ എന്തോ ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ. ആദ്യമൊരു പൊറോട്ടയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു കേട്ടോ. അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഓണം പർച്ചേസൊക്കെ അവിടെ അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്ക് പനിയായിരുന്നുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. ഇതുവരെയും ക്ഷീണം മാറിയിട്ടില്ല. നല്ല ടയേർഡാണ് ഞങ്ങൾ 3 പേരും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ അക്ഷയലക്ഷ്മി വ്ളോഗ്സ്. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ ബൈ.